പിക്കപ്പ് വൺ. വളരെ സിമ്പിളായി ചേച്ചി. അതായത് ഒരു 1 2 3 പേര് പറയും, സഡൻലി ആൻസർ ചെയ്യണം. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഹുൽ ഗാന്ധി. ഇവിടെയാ വിറ്റ് തുടങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ? കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? കൊച്ചി. അതേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയാൻ മേല. ഈ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ആരാട്ട് പോലും എനിക്കറിയാമല്ലോ. കുഞ്ഞമ്മയുടെ പിണറായി ഓർ വി ഡി സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? എനിക്ക് പിണറായി സാറിന് മാത്രമേ അറിയത്തുള്ളൂ. LGBTQ ഓർ വുമൺ ഓർ മെൻ? എന്നാന്ന് പോലും മനസ്സിലായില്ല. ചോദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നീ ശരിക്കും പഠിക്ക്. അച്ഛൻ, അമ്മ, രതീശേട്ടൻ, കുട്ടികൾ. പിക്കപ്പ് വൺ. വളരെ സിമ്പിളായി ചേച്ചി. അതായത് ഒരു 1 2 3 പേര് പറയും, സഡൻലി ആൻസർ ചെയ്യണം. പടക്കം പൊട്ടുന്ന പോലെ ആൻസർ ചെയ്യണമെന്നാണ് പറയുന്നത്. അച്ഛൻ, അമ്മ, രതീശേട്ടൻ, കുട്ടികൾ. അമ്മ. അമ്മ. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അമ്മയാണ് പോരാളി അല്ലേ? അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? ജഗദീശേട്ടൻ. ജഗദീശേട്ടൻ ഫാനാ. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ? രണ്ടുപേരോട് ഇഷ്ടമാണ് മെയിൻ. എന്നാലും ഒരാളെ പറയണം. സലീം കുമാർ. രജിത് സാർ ഓർ അഖിൽ മാരാർ? അഖിൽ മാരാർ. രജിത് സാറിനെ മനസ്സിലായോ? രജിത് സാറിനെ മനസ്സിലായോ? ആ ബിഗ് ബോസിലല്ല, അതിന് മുമ്പത്തെ 2ാമത്തെ സീസണിലുണ്ടായിരുന്നു. ശോഭന ചേച്ചി ഓർ ഉർവശി? ഉർവശി ചേച്ചി. ചിത്ര ചേച്ചി ഓർ സുജാത? ചിത്ര ചേച്ചി. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? ദാസേട്ടൻ. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? കൊച്ചി. അതേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയാൻ മേല. ഇഷ്ടപ്പെടാത്തത്. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഹുൽ ഗാന്ധി. ഇവിടെയാ വിറ്റ് തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? ഇപ്പൊ പുള്ളിയാണല്ലോ നമുക്ക് ചെലവനായിരുന്നു. അപ്പൊ അത് ഇരിക്കട്ടെ. എന്താ പുള്ളി എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന പുള്ളിയാണല്ലോ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട്. എല്ലാം അറിയാം. രാഹുൽ ഗാന്ധി ആരാ? മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ? രാഹുൽ ഗാന്ധി അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ? കോൺഗ്രസ്. അതേ പറഞ്ഞു, ഞാൻ പാർട്ടിയുടെ വലിയ അടുപ്പില്ലാത്ത ഒരാളാ. ഈ മഹാത്മാഗാന്ധിയുടെ ആരാട്ട് പോലും എനിക്കറിയാമല്ലോ. കുഞ്ഞമ്മയുടെ എനിക്കറിയില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ മകൻ്റെ മകൻ. നീ ശരിക്കും പഠിക്ക്. അതാണ് കേട്ടോ, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ആരും അല്ല. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ കുഞ്ഞമ്മയുടെ മകനല്ലേ പറഞ്ഞത്? ട്രോളുറപ്പ്. VS ഓർ OC? ഉമ്മൻചാണ്ടി ഓർ VS അച്യുതാനന്ദൻ? അച്യുതാനന്ദൻ. ഒരു CPM അനുഭാവിയാ അല്ലേ? അല്ലേ? സത്യം പറ. ആദ്യം ഒറിജിനൽ സാധനം വരാൻ പോയതാ, കേട്ടായിരുന്നത് ഉമ്മൻചാണ്ടി. പിന്നെന്താ VS അച്യുതാനന്ദൻ പറഞ്ഞേ? അതും എനിക്ക് ഇഷ്ടമാണ്. അല്ല, പിന്നെ മാറ്റമുള്ള കാരണം എന്താന്നുള്ള അറിയണ്ടേ? അല്ല, എനിക്ക് രണ്ടുപേരെ ഈക്വൽ ഇഷ്ടമാണ്. ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ അതേ പിടിച്ച് തൂക്കിക്കൊഞ്ഞ അവരും കൂടെ ഉള്ള എടുത്തിട്ടല്ല. പിണറായി ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? എനിക്ക് പിണറായി സാറിന് മാത്രമേ അറിയത്തുള്ളൂ. VD സതീശനെ അറിയത്തില്ലേ പ്രതിപക്ഷ നേതാവിനെ? VD സതീശനെ അറിയത്തില്ല പ്രതിപക്ഷ നേതാവിനെ? കേട്ടിട്ടുള്ളൂ. VD മുജീബിനെ അറിയാമോ? അത് ഞങ്ങളുടെ നാട്ടിലുള്ള. അത് അറിയത്തില്ലല്ലോ. CPM ഓർ കോൺഗ്രസ് ഓർ BJP ഓർ ലീഗ്? അതും വേണം, എല്ലാം ഇരിക്കട്ടെ കുറച്ച്. ഇതിലേതാണ്? CPM, കോൺഗ്രസ് ഓർ BJP? CPM. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാ. LGBTQ ഓർ വുമൺ ഓർ മെൻ? എന്നാന്ന് പോലും മനസ്സിലായില്ല. ചോദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? നീ മലയാള ഭാഷയിൽ ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് പരമ്പരാഗതമായിട്ടുള്ള സ്റ്റൈലുള്ള ഡ്രസ്സാണോ ഇഷ്ടം, അതോ കുറച്ച് ഈ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണോ ഇഷ്ടം? ഒത്തിരി മോഡേൺ അല്ല, ഇതുപോലത്തെ ഫ്രോക്ക്, ഹാഫ് സാരി. അതേ ഉള്ളൂ. പണം ഓർ സൗഹൃദം? സൗഹൃദം. പണമാണ് വേണ്ടത്. പക്ഷേ ഈ സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കടം മേടിക്കാം. വളരെ കറക്റ്റ്. ഇതിപ്പോ കണ്ടില്ലേ, കാർത്തിക് സൂര്യ തന്ന പോലെ കാലിലൊക്കെ തരും. സൗഹൃദം. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? രാത്രി ജീവിതമാണോ പകൽ ജീവിതമാണോ? പകല്. 10 വയസ്സൊക്കെ പണിയെടുക്കാൻ പോകണ്ടേ, രാത്രി തന്നെ പണിയാൻ പോകാൻ. അതേ ഉള്ളൂ. സിനിമ ഓർ സീരിയൽ? സിനിമ. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് വളരെ പടപടപടാന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുമായിട്ട് ഇങ്ങനെ നേരിട്ടിരുന്ന് സംസാരിക്കാനും ചേച്ചിയോട് കുറേ കാര്യങ്ങൾ ചേച്ചിയുടെ മനസ്സിലാക്കാനും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചേച്ചി ഏകദേശം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ സംഭവിക്കട്ടെ. അതുപോലെ ഈ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഉന്നത വിജയം നേടി എന്താ പറയുക, ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു.